ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിന്ന് വീണ്ടും ഒരു ചുരിദാറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. ഇന്ന് പ്രധാനമായിട്ടും നമ്മളൊരു നെക്ക് ഡിസൈൻ ആണ് കാണിക്കാൻ പോകുന്നത്. അതോടൊപ്പം അളവ് ചുരിദാർ വെച്ച് എങ്ങനെ വെട്ടാമെന്നും തുണി എങ്ങനെയാണ് ഇന്ന് മടക്കുന്നതെന്നും കാണിക്കുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം കട്ടിങ്ങിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഈ തുണിയുടെ ഈ മടക്ക് വശത്താണ് നമ്മൾ അളവ് ചുരിദാർ വെച്ച് കൊടുക്കേണ്ടത്. അളവ് ചുരിദാർ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ ഷോൾഡർ കൂട്ടിയടിക്കാനുള്ള തയ്യൽ തുമ്പ് അര ഇഞ്ച് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി വരച്ചിടണം. അതിനുശേഷം നമ്മൾ ആ വരച്ച് വെച്ചാക്കുന്ന വരയുടെ ഇവിടെയാണ് നമ്മൾ അളവ് ചുരിദാറിൻ്റെ ഷോൾഡർ വെച്ച് കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മളിത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ഒരേ ലെവലിൽ വെച്ച് കൊടുക്കണം. താഴെ വരെ അങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ നല്ല കൃത്യമായിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെയൊക്കെ നല്ല ലെവലായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. താഴെ വരെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണം, ഈ കഴുത്തിൻ്റെ ഇവിടെ നമ്മുടെ കഴുത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കണം. ഈ അര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തേണ്ട മേളിലോട്ട് നമ്മൾ വരക്കണം കേട്ടോ. അതുപോലെ ഷോൾഡർ ആണെങ്കിലും നമ്മുടെ സ്റ്റിച്ചിങ് എവിടെയാണ് നമ്മൾ കൈ പിടിപ്പിച്ച് വെച്ചേക്കണേ അവിടെ നിന്ന് ഇങ്ങനെ ആദ്യം തന്നെ നമ്മളൊന്ന് വരച്ചെടുക്കണം. അതിനുശേഷം ഒരു കൈ നമ്മളിത് ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ഈ കൈ വിരൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് പതുക്കെ നമുക്ക് ഇങ്ങനെയൊന്ന് അടയാളപ്പെടുത്തി പോകാം. ഇങ്ങനെ ഇവിടം വരെ അടയാളപ്പെടുത്തി പോകാം. അതിനുശേഷം നമ്മളുടെ ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ചേർത്ത് ഈ ചുരിദാറിൻ്റെ അളവിന് തന്നെ നമുക്കിത് ഇങ്ങനെ വരച്ചെടുക്കാം. അങ്ങോട്ടേക്ക് തുണി കുറവായതുകൊണ്ട് നമുക്ക് വേറെ പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടാകും എങ്ങനെയാണെന്ന്. പിന്നെ അതുപോലെ തന്നെ താഴെയും നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാം. നമ്മൾ ബാക്കിലെ കഴുത്ത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഫ്രണ്ടിലത്തെ കഴുത്ത് നമുക്ക് ഇങ്ങനെ തുണി മടക്കി ഇടുമ്പോൾ തന്നെ കാണാൻ പറ്റും കഴുത്ത് എവിടെയാണ്. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തുണി മാറ്റി കൊടുക്കാം. അപ്പം നമ്മളിത് ഇങ്ങനെ ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കഴുത്ത്, ഫ്രണ്ടിലെ കഴുത്തിനുണ്ട്. അപ്പം നമുക്ക് ഈ ഇവിടെ നിന്ന് നമുക്കിത് നമ്മൾ ആദ്യത്തെ വീഡിയോ പറഞ്ഞപ്പോൾ ഒരു ബോക്സ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് അത്രയും കഴുത്ത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കയറ്റിയാട്ടോ വരയ്ക്കുന്നത്. എനിക്ക് ഇച്ചിരി കഴുത്തിന് ഇറക്കം കുറഞ്ഞത് മതിയേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കഴുത്ത് കയറ്റിയാണ് വരയ്ക്കുന്നത്. ഇനി നമുക്കിത് അടയാളപ്പെടുത്തി ഇതൊക്കെ നമുക്കിത് ഒന്ന് ആദ്യക്കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ കൈക്കുഴി. അതിനുശേഷം കൈക്കുഴിയുടെ ഈ വരയുടെ അപ്പുറത്തേക്ക് നമുക്കൊരു കാലിഞ്ച് അളവിൽ നമുക്കിത് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ കഴുത്തിനാണെങ്കിലും കാലിഞ്ച് അകത്തോടെ, കഴുത്തിന് വരയ്ക്കുമ്പോൾ അകത്തോടെ വേണം വരയ്ക്കാൻ. ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് കൊടുക്കാം. എല്ലായിടത്തും 2 ഇഞ്ച് വീതം നമ്മൾ ആ ഷേപ്പിൻ്റെ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ നമുക്കിനി എന്ത് ചെയ്യണം, ഈ കൈക്കുഴിയുടെ ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് പുറത്തോടെ വരച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് വേണം നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കണം അങ്ങോട്ടേക്ക് വരയ്ക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലിങ്ങനെ താഴേക്ക് ഇങ്ങനെ അതുകൂടെ തന്നെ ഇങ്ങനെ ഒന്ന് വരച്ചു വിടാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ബാക്ക് കഴുത്താണ് കേട്ടോ വെട്ടുന്നത്. അത് വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തയ്യൽ തുമ്പ് 4 ഇഞ്ച് അകത്തോടെ വരച്ചാക്കണം. ഈ കൂടെ തന്നെ വേണം വെട്ടാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം വെട്ടുമ്പോഴും ഇതെല്ലാം അതിൻ്റെ ഇപ്പുറത്തോടെ തയ്യൽ തുമ്പിൽ കൂടെ വേണം വെട്ടാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അറിയാതെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ചുരിദാർ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് പാകാകാതെ വരും. നമുക്ക് ഫ്രണ്ടിലെ കഴുത്ത് വെട്ടാം കേട്ടോ. നമുക്കിനി ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഈ നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടെ നിന്ന് താഴേക്ക് ഒരു 13 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. അത് നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നു. ആ 13 ഇഞ്ച് നേരെ ഒന്ന് വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മളൊരു 3 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നു. അങ്ങനെ
3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്കെയിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ 3 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഈ 13 ഇഞ്ച് വരച്ചിട്ടുണ്ടല്ലോ അവിടെ വരെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കൃത്യമായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നിന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ഈ വരയെ കൂടെ തന്നെ ചതുരത്തിൽ വെട്ടിയെടുക്കാം. അതിനുശേഷം ഈ പീസിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മളപ്പോൾ ആദ്യം മുറിച്ച് മാറ്റി വെച്ചൊരു പീസ് ഉണ്ടല്ലോ, ആ പീസ് ഇതേ നമുക്ക് ഇവിടെ ആ വരയുടെ അവിടെ നമുക്ക് കൃത്യമായിട്ട് കൊടുന്ന് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്കതുപോലെ തന്നെ ഈ തുണിയിലേക്ക് ഈ പീസ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. അതുപോലെ കഴുത്തും വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പീസ് നമുക്കിങ്ങ് മാറ്റാം. നമ്മൾ ആ തുണിയിൽ നിന്ന് മുറിച്ചെടുത്തത് കൊണ്ട് നമുക്ക് അവിടെ അളവ് വ്യത്യാസം വരും. അപ്പം നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുക്കണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് ഇവിടെ ഇങ്ങനെ താഴെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം, ഇവിടെയും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പം നമുക്കിനി വെട്ടാം കേട്ടോ. ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ 2 സൈഡിലും കഴുത്തും കൂടെ അങ്ങനെ നിന്ന് മുറിച്ചെടുക്കാതെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പീസ് വരുന്നത്. നമ്മൾ ആ വെട്ടിയെടുത്താണോ പീസിൻ്റെ അവിടെ ഇതിങ്ങനെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഇവിടെ കുറച്ച് പീസ് തികയാതെ ഒന്നല്ലോ, അത് ഞാൻ ഇങ്ങനെ അവിടെ ജോയിൻ ചെയ്യാനുള്ളത് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനുണ്ടല്ലോ അളവ് ചുരിദാർ വെച്ച് വെട്ടിയപ്പോൾ ഈ ലെങ്ത്തിൻ്റെ ഇവിടെ തയ്യൽ തുമ്പ് ഇടാൻ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. എനിക്ക് ആ ചുരിദാറിനേക്കാളും കുറച്ചും കൂടെ ഇറക്കം മതിയതുകൊണ്ട് ഞാനത് എനിക്ക് അത്രയും മതിയായിരുന്നു. പക്ഷെ നിങ്ങളത് വെട്ടുന്ന സമയത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് താഴെ ഇട്ടിട്ട് വേണം വെട്ടിയെടുക്കാൻ. കൈ വെട്ടാൻ വേണ്ടത് നമ്മൾ തുണി ആദ്യം ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കും രണ്ടായിട്ട്. അതിനുശേഷം വീണ്ടും കൂടെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കും. അപ്പോൾ എൻ്റെ ഇതെല്ലാം കയറി ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് അടിയിലത്തേതൊക്കെ നോക്കിയിട്ടൊന്ന് കറക്റ്റായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ വരച്ച് കൊടുക്കണം. നമ്മൾ എന്ത് നമ്മൾ അടയാളപ്പെടുത്തുമ്പോഴും തുണി ലെവലാണോ നോക്കണം. എന്നിട്ട് വേണം നമ്മളല്ലേ തുണി ലെവലല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ അളവെടുത്ത് വെട്ടുകയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു 2 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നിട്ട് അത് നേരെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. ഞാൻ ഒരു 12 ഇഞ്ച് കൈയാട്ടോ എനിക്ക് വേണ്ടത്. അപ്പോൾ 12 ഇഞ്ച് ഇവിടെ വരുമ്പോൾ 12 ഇഞ്ച് മേളിലോട്ടൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അളവ് ചുരിദാറിൻ്റെ കൈ വെച്ച് എങ്ങനെ വെട്ടും നമുക്ക് അടയാളപ്പെടുത്തുന്നത് നോക്കാം കേട്ടോ. ഇത് ഈ മടക്കിൻ്റെ ഇവിടെ നമ്മൾ ഈ കൈ ഇവിടെ നമ്മൾ കൈ പിടിപ്പിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ ഷോൾഡറിൻ്റെ ഇവിടെ ജോയിൻ ചെയ്യുന്നത് അവിടെ വെച്ച് നമ്മൾ ഇങ്ങനെയൊന്ന് കൈ നല്ലതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതെവിടെയാണോ വന്നേക്കണം അവിടെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആദ്യം കൈക്കുഴി വെട്ടിയതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ വിരൽ വെച്ചിങ്ങനെ നമ്മൾ ആ സ്ഥാനം കണ്ടെത്തണം. ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതിൽ തന്നെ നമ്മൾ കൈവിരൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ചൂണ്ട് വിരൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തണം. അതിനുശേഷം നമുക്കിത് ഇതിലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ കൈ വെച്ച് കൊടുത്തത് നമ്മൾ തയ്യൽ തുമ്പ് കണക്കാക്കിയ ഈ മേളിലത്തെ വരയുടെ അവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കൊടുത്തത്. ശ്രദ്ധിക്കണേ, ഇവിടെയല്ല, ഇവിടെ കേട്ടോ. എന്നിട്ട് അത് മാറ്റിയിട്ട് നമുക്കിത് അതിൽ കൂടെ തന്നെ നമുക്കൊന്നിങ്ങനെ വരച്ചെടുക്കാം. നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും. എന്നിട്ട് ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇതാണ് നമ്മുടെ ശരിക്കും കൈയുടെ അളവ്. ഇവിടെ നമ്മൾ ഇങ്ങനെ വേണം വരയ്ക്കാനായിട്ട്, ഇങ്ങനെ. എന്നിട്ട് നമുക്ക് അതിൽ കൂടെ ഇങ്ങനെ
ചെരിച്ച് വരയ്ക്കാം. അപ്പോൾ അതിപ്പോൾ തന്നെ കൈയും വെട്ടിയെടുക്കുവാണ്. ഇത് നമ്മൾ ആദ്യം മുറിച്ച് മാറ്റി വെച്ച പീസാണ് കേട്ടോ. അത് നമ്മുടെ കഴുത്തടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുവാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 2 ഇഞ്ച് വീതിയിൽ കർവിൻ്റെ അവിടെ വരുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ 2 ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്കതൊന്നിങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതാട്ടോ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തേരുവശമുള്ളൊരു പീസ് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര ഇട തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മൂലഭാഗം വരുമ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഈ പീസ് ഒന്ന് ഇങ്ങനെ മറിച്ചെടുക്കണം, ഇങ്ങനെ കോണായിട്ട്. എന്നിട്ട് അതിനെ വീണ്ടും ഇങ്ങോട്ടേക്ക് മറിക്കണം. അപ്പോൾ നമുക്കൊരു ചതുരം പോലെ ഇങ്ങനെ കിട്ടും. ഈ അടയാളപ്പെടുത്തിയാക്കണതിൻ്റെ അവിടെ വരെ നമുക്ക് തയ്ച്ചൊന്ന് നിർത്താം കേട്ടോ. ഇങ്ങനെ സൂചി കുത്തി തന്നെ ഇങ്ങനെ നിർത്തണം. എന്നിട്ട് ഇങ്ങനെ പ്രസ്സർ ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ തുണി ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കണം. തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് മറ്റേതുപോലെ തന്നെ ഇങ്ങനെ തയ്ച്ച് പോകാം. അപ്പോൾ നമ്മൾ ഈ പീസ് ഇങ്ങനെ ചുറ്റിനും അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൂലഭാഗം കണ്ടത് ഇവിടെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ചതുരം പോലെ ഒന്നാണ്ടോ, അങ്ങനെ അടിച്ചെടുക്കണം. നമുക്ക് ഈ മൂലയുടെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് കൊള്ളാതെ ഒന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ. ഇങ്ങനെ 2 സൈഡും. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ മറച്ചിട്ടിട്ട് ഈ സൈഡിൽ കൂടെ ഒന്ന് പുറംകാണി അടിച്ച് ചുറ്റിനും എടുക്കാം. ഇവിടെ വന്നു കഴിയുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം ഇങ്ങോട്ട് തിരിച്ച് പുറംകാണി അടിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പുറംകാണി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഇങ്ങനെ ചുറ്റും അപ്പം വരെ ഒന്ന് നമുക്ക് മടക്കി തയ്ക്കണം. അപ്പം നമ്മളതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പീസാണ് അടിക്കേണ്ടത്. ഈ പീസ് അടിക്കാൻ വേണ്ടി നമ്മൾ കഴുത്തിൽ വെക്കാനുള്ള പീസ് പുറകുവശമൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ല വശത്ത് നിന്നാട്ടോ ഇന്ന് ഇത് അടിച്ചു കൊടുക്കുന്നത്. നല്ല വശത്ത് ഇങ്ങനെ ചേർത്ത് വെച്ച് നമുക്ക് ഇതിൻ്റെ സെൻറ്ററൊക്കെ വെട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇതിൻ്റെ സെൻറ്ററൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇങ്ങനെ കത്രികയ്ക്ക് വെട്ടി സെൻറ്റർ ചേർത്ത് വെച്ച് ഇങ്ങനെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കത്രികയും കൊണ്ട് ഇങ്ങനെ വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനെ ഒന്ന് തിരിച്ചങ്ങ് ഇട്ടിട്ട് ഇതിൻ്റെ ഈ പുറംകാണി അടിച്ചെടുക്കാം ചുറ്റിനും ഇങ്ങനെ. അപ്പം നമ്മൾ കഴുത്ത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പീസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അടിയിലോട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം അളവെടുത്തിട്ടുണ്ടല്ലോ, അവിടെ തന്നെ വേണം ഇതിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിനും ഒന്ന് ഇവിടെ മരുന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുറം കഴുത്തും അടിച്ചെടുത്ത് കൈയൊക്കെ പിടിപ്പിച്ച് കൂട്ടി അടിച്ചെടുക്കാം. അതൊന്നും ഇനി കാണിക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അതെല്ലാം കാണിച്ചതുകൊണ്ട് ഞാൻ മെയിനായിട്ടും ഈ കഴുത്തടിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ കഴുത്തിൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട്. അപ്പം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ തീർന്നു കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായി കാണാം.